Hello friends, Assalamu alaikum, Namaskaram. Welcome back to Tales of NAJU. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ്. വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് വന്നപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് തേങ്ങാച്ചോറും നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കൂട്ടാൻസൊക്കെ ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. അപ്പോൾ തേങ്ങാച്ചോറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണിക്കുന്നില്ല, വേറൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മട്ടരി യൂസ് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പല ഭാഗത്തും പല രീതിക്കായിരിക്കും തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. മലപ്പുറത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൽ തേങ്ങയും പിന്നെ ചെറിയ ഉള്ളിയും ഉലുവ കുതിർത്ത് വെച്ചതും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അരിയുടെ മുകളിലേക്കായിട്ട് നിൽക്കുന്ന ആ രൂപത്തിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല, മറ്റൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ആക്കുന്ന ഒരു വീഡിയോയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ ഫ്രൈ ആക്കുന്ന വീഡിയോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീർ ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഞാൻ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് എല്ലാ മസാലകളിലും മാറ്റം വരുത്തുക. അപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതിലേക്ക് യൂസ് ആക്കുന്നത് പൗഡർ രൂപത്തിലുള്ള ഫുഡ് കളറാണ്. അതിൽ കുറച്ചൊന്ന് വെള്ളം മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ്. പിന്നെ ഫുഡ് കളർ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ അല്പം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഗരം മസാല ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ പൊടിയാണ്. ഞാനൊരു 3 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് ചിക്കൻ കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പുളിയോട് കൂടിയിട്ടുള്ള തൈര് ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ചപ്പ് പുതിന ഇലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് വലിയ ജീരകം അതായത് പെരുംജീരകം കൂടെ അല്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ച് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മസാല റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കുന്നുണ്ട്. ഇതൊരു 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ 1 മണിക്കൂറോളം ഫ്രിഡ്ജിലാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി, പച്ചമുളക്, സവാള, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ഒറ്റ വിസിലടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒറ്റ വിസിലിൽ അടിച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, അല്പം പെരുംജീരകം അതായത് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 2-3 ഏലക്കായും പിന്നെ പട്ടയുടെ ചെറിയ കഷ്ണവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി അതായത് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ ഒരു സമയം കൊണ്ട് തന്നെ മറ്റൊരു ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാളയും പിന്നെ കുറച്ച് ഏലക്കായും പട്ടയും ഗ്രാമ്പൂവും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്ത് അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് മറ്റേ ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് അവിടെ കിടന്ന് തിളക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് കുക്കറിൽ ഇതാ ചിക്കൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിലേക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള അരി ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നാക്കിയിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗീ റൈസാണ്. ഇനി നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തൈര് ഉണ്ടാക്കിയെടുക്കാം.
അതായത് വെജിറ്റബിൾ മിക്സഡ് തൈരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ്, ഒരു കക്കരി, അതുപോലെ തന്നെ പച്ചമുളക്, ചപ്പ്, പുതിനയില, ഒരു സവാള എടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡിഷാണ്. അപ്പോൾ തൈര് റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ നെയ്ച്ചോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഒരേ സമയം തന്നെ പെട്ടെന്ന് പണികളൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഗ്യാസിൻ്റെ വേറൊരു ഗ്യാസ് സ്റ്റോപ്പുമിൽ ഞാനിതാ പപ്പടം പൊരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്യാസിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഒരു ഓയിലിട്ടിട്ട് പപ്പടം പൊരിച്ചെടുക്കലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓയിൽ തന്നെ ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓരോ ഫുഡും ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഓയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ ആയിട്ട് പപ്പടം പൊരിച്ചെടുത്താൽ ആ ഓയിൽ നമുക്ക് വീണ്ടും ചിക്കൻ പൊരിക്കാനായിട്ട് യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കനൊക്കെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നെയ്ച്ചോറൊക്കെ കുക്കായിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം നെയ്യ് ഒഴിച്ച സമയത്ത് കുറച്ച് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയം നമുക്ക് ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല, എല്ലാം വിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. പിന്നെ ഇതാ ചിക്കനൊക്കെ പൊരിച്ചെടുക്കലാണ്. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ ഒരു വഴിക്ക് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതാ നേരത്തെ ചിക്കൻ കറി വെന്ത ആ ഒരു സമയത്താണ്. ഇനി ഈ ചിക്കൻ കറിയിലേക്ക് കുറച്ചും കൂടി തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ചിക്കൻ കറി ഇതിനേക്കാളും കുറച്ചും കൂടി ടൈറ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കനൊക്കെ ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ലഞ്ചായിരുന്നു. അപ്പോൾ ചിക്കന് ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. നല്ല കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റും ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ആയിരുന്നു. അപ്പോൾ ഇതാ തേങ്ങാച്ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. തേങ്ങാച്ചോറ് നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടുപ്പിലായതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കടലിൽ കിടന്നിങ്ങനെ വേവുന്നുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും തേങ്ങാച്ചോറും എല്ലാം റെഡിയായി. പിന്നെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് ഗസ്റ്റിനൊക്കെ കൊടുത്ത് എല്ലാവരും ഫുഡ് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.